വണ്ടിപ്പെരിയാർ വാളാടിക്ക് സമീപം ഓട്ടോറിക്ഷയിൽ കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയി അപകടത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ 62 മൈൽ സ്വദേശി മഞ്ജുളയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് നിർത്താതെ പോയ വാഹനത്തിനായുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ബുധനാഴ്ച വൈകുന്നേരം 7:30 അപകടമുണ്ടായത്. വണ്ടിപ്പെരിയാർ വാളാടി പ്ലാക്കാർഡ് ഗേറ്റിന് എതിർവശത്താണ് അപകടം സംഭവിച്ചത്. വണ്ടിപ്പെരിയാറിൽ നിന്നും 62 മൈലിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ വാളാടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓൾട്ടോ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് കാർ നിർത്താതെ പോവുകയും ഓട്ടോറിക്ഷ റോഡിലേക്ക് തന്നെ ഒരു വശത്തായി മറയുകയും ചെയ്തു. ഈ സമയം യാത്രക്കാരായി 3 പേരും ഡ്രൈവറുമാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 62 മൈൽ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന 44 വയസ്സുള്ള മഞ്ജുള ഓട്ടോറിക്ഷയ്ക്ക് അടിയിൽ പെട്ടുപോവുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ മഞ്ജുളയെ വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ശേഷം തലയ്ക്ക് ഗുരുതര പരിക്കേറ്റതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഞങ്ങൾ ഗ്രാമിൽ ഒരു മരണത്തിന് പോയിട്ട് വീട്ടിൽ തിരിച്ചു പോയതാണ്. വാളടി കഴിഞ്ഞിട്ട് ആ ടേണിങ്ങിൽ വെച്ചിട്ടാണ്, പ്ലാക്കാർഡ് ടേണിങ്ങില്ലേ, അവിടെ വെച്ചിട്ട് ഈ ഒരു കാറും വേഗത്തിൽ വന്ന് ഓട്ടോ തട്ടി മറിച്ചിട്ടിട്ട് വിട്ടു പോവുകയും ചെയ്തു. ഞങ്ങൾ പിന്നെ വേഗം ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മഞ്ജുളയുടെ ഭർത്താവ് മണി, പള്ളിപ്പടിക്ക് സമീപം താമസിക്കുന്ന മെൽവിൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ സേരൻ എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചത് അനുസരിച്ച് നിർത്താതെ പോയ ഓട്ടോറിക്ഷയ്ക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.